വൈറ്റമിൻ ഡി ത്രീ ഇപ്പൊ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് വൈറ്റമിൻ ഡി ത്രീ ആണ്. അത് എങ്ങനെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞത്. വൈറ്റമിൻ ഡി ത്രീ രാവിലെ എടുക്കണോ രാത്രി എടുക്കണോ? രാവിലെ എടുക്കാണ് ബെറ്റർ. രാത്രി എടുത്താൽ എന്താ പ്രശ്നം വെച്ചാൽ അത് വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. രാവിലെ എടുത്താലും ഉച്ചക്ക് എടുത്താലും ബെറ്റർ തന്നെയാണ്. ഭക്ഷണത്തിന് ശേഷം എടുക്കാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഫാറ്റ് സൊല്യൂബിൾ ആയ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ത്രീ. അതുകൊണ്ട് ഫാറ്റ് ഉള്ള ഫുഡുകളൊപ്പം കഴിക്കാന്നുണ്ടെങ്കിൽ അതിന്റെ അബ്സോർപ്ഷന് ഏറ്റവും നല്ലത്. വൈറ്റമിൻ ഡി ത്രീ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവക്കാഡോ, സാൽമൺ ഫിഷ്, ഒലിവ് ഓയിൽ, എഗ് യോക്ക്, പിന്നെ കാൽസ്യം അടങ്ങിയ ഫുഡുകളൊക്കെ പറ്റും. അതായത് മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകളാണ്. ഇതൊന്നും ഇല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ കറി കൂട്ടി കഴിച്ചാൽ മതി. കറിയിലും ഓയിലുണ്ട്, അത് ഫാറ്റ് ആണ്. ഉച്ചക്ക് ലഞ്ച് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ എന്തെങ്കിലും ഫിഷ് എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിച്ചാൽ മതി. ഫിഷും അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ബി ത്രീ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, ഐക്ക് നല്ലതാണ്, ബോണിന് നല്ലതാണ്, പിന്നെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനും നല്ലതാണ്. അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ സൈഡ് എഫക്ട്സും ഉണ്ട്. ഇതിന്റെ എക്സസീവ് ആയിട്ടുള്ള യൂസ് ഹാർട്ടിന് ഡാമേജ് വരുത്തും, ഹൈപ്പർകലീസിയമ വരുത്തും. ഹൈപ്പർകലീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിന്റെ അളവ് ഇൻക്രീസ് ആയ അവസ്ഥയാണ്. അതേപോലെ തന്നെ കിഡ്നി ഡാമേജ് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. വൈറ്റമിൻ ഡി ത്രീ നൈറ്റ് കഴിക്കണ പറയാറ് എന്താ വെച്ചാൽ വൈറ്റമിൻ ഡി ത്രീ മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു സ്ലീപ്പ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ സപ്രസ് ചെയ്യും. സോ സ്ലീപ്പിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടറെ കാണിച്ച് പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ സപ്ലിമെന്റ്സ് എടുത്താൽ മതി. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.